ഒരു പേരന്റ് ഈ അടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. അതായത് അവരുടെ മോന് ഈ അടുത്ത് കുറച്ച് മൂവീസിലേക്കും കുറച്ച് ഷോർട്ട് ഫിലിംസിലേക്കൊക്കെ അവനൊരു റോള് കിട്ടിയിട്ടുണ്ട്. അവൻ ആ ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ. അപ്പൊ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പിനെസ് വന്നൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പുള്ളി അയച്ചൊരു ഓഡിയോയിലുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ കൊടുത്ത ട്രെയിനിങ്ങും നിങ്ങൾ കൊടുത്ത പ്രോഗ്രാമിന്റെ മോട്ടിവേഷനും ഒരു ഔട്ട്കമാണ് ഇത് എന്നുള്ള രീതിയിൽ പുള്ളി ലാസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിങ്കർ ചാംപ്സിന്റെ 23+ സീസൺസ് കഴിയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നൊരു ഭാഗം. ഓരോ സീസൺസ് കഴിയുമ്പോഴും ആ സീസണിൽ വന്നിട്ടുള്ള കുട്ടികളുടെ മാറ്റങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ടിങ്കർ ചാംപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ടിങ്കർ ചാംപ്സിൽ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, കുട്ടികളുടെ അടുത്താണെന്നുണ്ടെങ്കിലും പേരൻസിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് കുറെ കളികളും ചിരികളും കുറെ പൂൾ ആക്ടിവിറ്റിയും ഡാൻസും പാട്ടും ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ടെന്ന് പറയും. പക്ഷേ ഇതിനുള്ളിൽ ഓരോ ആക്ടിവിറ്റിക്കും ഓരോ രീതിയിലുള്ള ലേണിങ്സും ഓരോ രീതിയിലുള്ള ഔട്ട്കംസും വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പലപ്പോഴും കുട്ടികൾ അറിയില്ല എന്നേ ഉള്ളൂ. എപ്പോഴും ആലോചിക്കേണ്ടത്, കുട്ടികൾക്ക് പഠിക്കാൻ ആണ് നിങ്ങൾ വിടുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പഠിക്കില്ല. പക്ഷെ അതിന് പകരം അവരറിയാതെ അവര് കളിച്ചും ചിരിച്ചും പഠിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അവർ കാര്യങ്ങൾ പഠിക്കുക. ഈ ഒരു ഐഡിയോളജിയിലാണ് ടിങ്കർ ചാംപ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവർ ക്ലാസ്സിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്നത് മുതൽ അവർ ലാസ്റ്റ് ഡേ പോകുന്നത് വരെ അതിലുള്ള എല്ലാ ആക്ടിവിറ്റികളും ടർഫ് ആവാം, പൂളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ അവരുടെ സ്മോൾ ഗെയിംസ് ആവാം, മെന്റേഴ്സിന്റെ കൂടെ കളിക്കുന്ന യൂനോയോ അല്ലെങ്കിൽ അന്താക്ഷരിയോ ദംസ്രാട്സോ എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിനും ദർ ഇസ് എ പേർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ് ചെയ്തിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ക്രിയേറ്റിവിറ്റി, ലോജിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ബിൽഡിംഗ്, ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം നമ്മളൊരു ക്ലാസ് റൂമിൽ ഹെഡിങ്ങിൽ ലീഡർഷിപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇനി നമുക്ക് കുറച്ച് ലീഡർഷിപ്പ് ആക്ടിവിറ്റികൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ല ആരും വിളിക്കുക. കുട്ടികൾക്ക് ഇത് ജസ്റ്റ് ചലഞ്ചസ് ആണ്. കുട്ടികൾക്ക് ജസ്റ്റ് ഇത് കളി ചിരി കാര്യങ്ങളാണ്. അവർക്ക് അവരുടെ ടീമിന് വേണ്ടിയിട്ട് സ്കോറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ഓരോ വട്ടവും ഓരോ സ്കോറിനും വേണ്ടി ഇവരുടെ ടീമിന് വേണ്ടി ഇവർ ചെയ്യുമ്പോൾ ആ ഒരു ആക്ടിവിറ്റിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലേണിങ്ങും കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്കമും ഡിഫൈൻ ചെയ്ത് അടിവര ഇട്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 23-24 സീസൺസിലേക്ക് എത്തുമ്പോഴാണെന്നുണ്ടെങ്കിൽ അടക്കം ഞങ്ങൾ ഈ 23 സീസൺസ് നാഷണലിയും ഇന്റർനാഷണലിയും ടിങ്കർ ചാംപ്സ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ അടക്കം ഓരോ വട്ടവും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ഞങ്ങൾ ഉദ്ദേശിച്ച ഔട്ട്കമ്മിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോ, നമ്മളുടെ മെന്റേഴ്സും വോളണ്ടിയേഴ്സും നമ്മളുടെ ട്രെയിനേഴ്സും എല്ലാവരും കൂടിയായിട്ട് മീറ്റിംഗ് എടുത്ത് ഡിഫൈൻ ചെയ്ത് ഓരോ സ്റ്റെപ്പിലും ചേഞ്ച് ചെയ്ത് ഓരോ സ്റ്റെപ്പിലും റിഫൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മോഡലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ടിങ്കർ ചാംപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടിങ്കർ ചാംപ്സ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് അനദർ സമ്മർ ക്യാമ്പ് അങ്ങനെ പേരൻസിന് തോന്നാം. പക്ഷേ ടിങ്കർ ചാംപ്സിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഓരോ കുട്ടികളുടെ അടുത്തും ചോദിച്ചാൽ അറിയാം അവർക്ക് കിട്ടിയ ഡിഫറൻസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ഇമ്പാക്ട്, ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. കുറെ ഫ്രണ്ട്സിനെയും കുറെ ഗെയിംസും കുറെ എക്സ്പീരിയൻസും കുറെ ലേണിങ്സും ആണ് ടിങ്കർ ചാംപ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ടിങ്കർ ചാംപ്സ് ആക്കുന്നത്. അതുകൊണ്ട് ഡിയർ പാരന്റ്സ്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അനദർ സമ്മർ ക്യാമ്പ്. ടിങ്കർ ചാംപ്സ് 23-24 സീസൺ ആവുമ്പം ഈ ക്യാമ്പിനെ കണ്ട് സിമിലർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറെ ക്യാമ്പ്സ് ഉണ്ട്. ഇതിനെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് പല സ്ഥലങ്ങളിൽ കേരളത്തിലും പുറത്തും ഇതിനെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്യാമ്പുകളുണ്ട്. ഓരോ ക്യാമ്പ് കഴിയുമ്പോഴും ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും ഇതിന്റെ ലേണിങ്സ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി നെക്സ്റ്റ് ക്യാമ്പിലേക്ക് പ്രൊസീഡ് ആണ് ഞങ്ങൾ ചെയ്യാറ്. സോ ഡിയർ പേരൻസ്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അനദർ ക്യാമ്പ്, ദിസ് ഇസ് ടിങ്കർ ചാംപ്സ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ let your kid enroll in the next Tinker Champs and see magic.